മക്കളെ, 1 മിനിറ്റ് കൊണ്ട് 3 മാർക്ക് പെട്ട് നോക്കിയാലോ. നോക്ക്, അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ ഓഫ് ആൻ ആറ്റം എക്സ് ആർ 17 and 35 റെസ്പെക്റ്റീവ്ലി. എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ട്, ഇതിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്, മാസ് നമ്പർ 35 ആണ്. റെപ്രസെന്റ് ദിസ് ആറ്റം യൂസിങ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. കണ്ടോ, ഈ ആറ്റത്തിനെ പ്രതിനിധീകരിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, ഇതിനാണ് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് റെപ്രസെന്റേഷൻ പറഞ്ഞു തന്നത്. അപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ട് മക്കളെ. നിങ്ങൾ പറ, അറ്റോമിക് നമ്പർ എവിടെ എഴുതാം, മാസ് നമ്പർ എവിടെ എഴുതാം? താഴെ എഴുതുന്ന നമ്പർ ആണ് അറ്റോമിക് നമ്പർ അല്ലേ. ഇവിടെ അറ്റോമിക് നമ്പർ 17 ആണ്, അത് ഞാൻ എക്സിനെ താഴെ എഴുതി. ഇനി മേലെ എഴുതുന്ന നമ്പർ ആണ് മാസ് നമ്പർ. ഇവിടെ മാസ് നമ്പർ എത്രയാ? 35. സോ എക്സിന്റെ തലയുടെ മേലെ ഞാൻ എഴുതി കൊടുത്തു. ഇതായിരിക്കും എക്സ് 17 35. ഇതാണ് ഇവന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഹൗ മെനി ന്യൂട്രോൺസ്, എത്ര ന്യൂട്രോൺസ് ഉണ്ട്? ന്യൂട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു മാജിക് നമ്പർ ഉണ്ട്. A മൈനസ് ഇസഡ് ചെയ്താൽ മതി. A എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ ആണ്, Z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ആണ്. സോ മാസ് നമ്പർ 35 ആണ്, അറ്റോമിക് നമ്പർ 17 ആണ്. മൈനസ് ചെയ്താൽ 18 എന്ന് കിട്ടും. സിമ്പിൾ. ഇനി ഒന്നും കൂടി ഉണ്ട്, ഡ്രോ ദ ബോർ മോഡൽ. ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അത് നിങ്ങൾക്കുള്ള ജോലിയാണ്. സോ ഈ ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി പ്രോട്ടോൺസിന്റെ എണ്ണം ഒക്കെ കണ്ടുപിടിച്ച് ബോർ മോഡൽ വരയ്ക്കുക. വരച്ചതിന് ശേഷം യെസ് മിസ് കിട്ടി എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക.